ക്ലാസ്സിൻ്റെ ഇതേ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടൈം ടേബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. മക്കളെ, ഈ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് എക്സാമുകൾ ഒരു ദിവസം 2 പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ കുട്ടികളുടെ എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. രാവിലെയാണ് നിങ്ങളുടെ എക്സാം. തിങ്കളാഴ്ച 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 16-ാം തീയതി എൻ്റെ കുട്ടികൾക്ക് 2 പരീക്ഷകളുണ്ട്. 2 പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദിയും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഒന്നാം ഭാഷ പേപ്പർ 1ഉം അന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ കുട്ടികൾക്ക് 2 എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കിതാ കലാകായിക പ്രവൃത്തി പരിചയമാണ് ബുധനാഴ്ച. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാത്സ് ആണ്. ഓക്കെ, അന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ച എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയും ഫിസിക്സും 2 പരീക്ഷകൾ ഒരു ദിവസമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപിലൊന്നും നമുക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കെമിസ്ട്രിയും ഫിസിക്സും രാവിലെയും ഉച്ചയ്ക്കായിട്ടാണ് നടക്കുന്നത്. സെയിം കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ എന്ത് വരുന്നത് ബയോളജിയുടെയും ഇംഗ്ലീഷിൻ്റെയും കാര്യത്തിൽ വരുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഒരു ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണത് തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. ഒരു ശനിയും ഞായറും നമുക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നമുക്ക് സമാധാനിക്കാം. ആൻഡ് ലാസ്റ്റ് എക്സാം ചൊവ്വാഴ്ച ഒന്നാം ഭാഷ പേപ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പെട്ടിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയും ഫിസിക്സ് ആണ്. കാരണം അതിന് മുന്നിലൊന്നും നമുക്ക് സ്റ്റഡി ലീവ് ഇല്ല. അതേപോലെ തന്നെ 2 എക്സാം ഒരേ ദിവസമാണ് നടക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ശനിയും ഞായറും കിട്ടിയതുകൊണ്ട് കുറച്ചൊന്ന് ആശ്വസിക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ മനസ്സിൽ കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങുക. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഉണ്ടാകും ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് പ്രോപ്പറായിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ എക്സാം വിന്നറുടെ എല്ലാ സപ്പോർട്ടോടും കൂടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഇനി അടിച്ചു പൊളിച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം.